നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാൻ യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിവിട്ട അവഹേളനങ്ങൾ ബ്രിട്ടനിലുണ്ടാക്കിയത് സ്റ്റാർമർക്ക് അനുകൂലമായ തരംഗം. കുതിച്ചുയരുകയായിരുന്ന റിഫോം പാർട്ടിയുടെ വളർച്ച മന്ദഗതി. ട്രംപ് സ്റ്റാർമറെ ഏറെ അധിക്ഷേപിച്ചത് ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാതിരുന്നതിന്. ലേബർ പാർട്ടി 2 പോയിന്റുകൾ അധികം നേടി 19 പോയിന്റിലെത്താൻ ട്രംപിന്റെ പരാമർശം സഹായിച്ചു എന്ന് യുഗവ് നടത്തിയ അഭിപ്രായ സർവേ. ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കം നേജൽ ഫരാജിന്റെ പാർട്ടിക്കാകുമ്പോഴും ഇത്തവണ ലഭിച്ചത് തൊട്ടു മുൻപത്തെ സർവേയിൽ ലഭിച്ചതിനേക്കാൾ 2 പോയിന്റ് കുറവ്. റിഫോം യുകെയുടെ ഏറ്റവും പുതിയ സ്കോർ 23%. യഹൂദ വിരുദ്ധതയും വംശീയ ചിന്തകളുമുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും പിരിച്ചുവിടുന്നത് കൂടുതൽ എളുപ്പമാക്കുന്ന പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡി. അസഹ്യമായ വിധത്തിൽ വംശീയ പരാമർശങ്ങളോ യഹൂദ വിരുദ്ധതയോ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ റെഗുലേറ്റർമാർക്ക് ഇനി അധികാരം. നടപടി സമൂഹ മാധ്യമങ്ങളിലൂടെ യഹൂദ വിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പരിഷ്കരണം യഹൂദന്മാരായ ജീവനക്കാരെയും രോഗികളെയും രക്ഷിക്കാൻ റെഗുലേറ്റർമാർക്ക് എന്താണ് പ്രതിബന്ധം എന്ന ചോദ്യത്തിന്റെ വായടപ്പിക്കാൻ. NHS-ന് മേലുള്ള പൊതുജനങ്ങളുടെ സംതൃപ്തി 2019 ശേഷം ആദ്യമായി വർദ്ധിച്ചു എന്ന് സൂചന. NHS നടത്തിപ്പിൽ ബ്രിട്ടനിലെ വോട്ടർമാർ പുലർത്തുന്ന സംതൃപ്തി കരകയറിയത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് താഴ്ചയായ 21% നിന്നും 26%. പുതിയ കണ്ടെത്തലുകൾ NHS കൈവരിക്കുന്ന പുരോഗതിയുടെ തെളിവുകളായി ഉയർത്തി കാണിച്ച് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡി. 2024 ലേബർ അധികാരത്തിലെത്തുമ്പോൾ തകർന്നു കിടന്ന NHS ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് അവകാശവാദം. സേവനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തി വർദ്ധിക്കുന്നതിനായി കണക്ക് വരുന്നത് NHS-ൽ മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളെ ശരിയാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കവേ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെച്ച് അമേരിക്ക. 15 നിർദ്ദേശങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് മേൽ കർശന നിയന്ത്രണം, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ തുടങ്ങിയവയ്ക്ക് മുൻഗണന. ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന വെടിനിർത്തലിനും താൽപര്യം പ്രകടിപ്പിച്ച് യുഎസിന്റെ ഈ നീക്കത്തോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കാനും പദ്ധതി അതേ രൂപത്തിൽ അംഗീകരിക്കാനും സാധ്യതയില്ല എന്ന് ആശങ്ക. അമേരിക്കൻ നിർദ്ദിഷ്ട പദ്ധതിയിൽ ഇറാന്റെ ആണവശേഷിയും ബന്ധപ്പെട്ട സൈനിക സംവിധാനങ്ങളും നിർവീര്യമാക്കണമെന്ന നിർദ്ദേശവും പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായി പിൻവലിക്കാമെന്നും US. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന്റെ ഉത്തരവാദിത്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ തന്റെ അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇറാനെതിരെ യുദ്ധം തുടങ്ങണമെന്ന് തന്നെ ആദ്യം ഉപദേശിച്ചത് പീറ്റ് ഹെക്സത്ത് എന്ന് ട്രംപ്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ പീറ്റ് ഹെക്സത്തിനെ പുകഴ്ത്തിയ അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനുമായി നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം പെട്രോൾ, ഡീസൽ, രാസവളങ്ങൾ തുടങ്ങിയവയുടെ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണം ഇന്ത്യ ഏറ്റെടുത്തുവെന്നും മോദി രാജ്യസഭയിൽ. ഹോർമൂസ് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും എത്രയും വേഗം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യമുന്നയിച്ച് മോദി. നയതന്ത്ര ചർച്ചയിലൂടെ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമൂസ് പോലെയുള്ള ഇടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും പ്രതികരണം. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ശബ്ദവോട്ടോടെ പാസാക്കി ലോക്സഭ. കേന്ദ്രം ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഭേദഗതി ബില്ല് പാസാക്കിയത് പ്രതിപക്ഷവും സാമൂഹിക പ്രവർത്തകരും ഉയർത്തിയ ആശങ്കകളും എതിർപ്പുകളും വകവയ്ക്കാതെ. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി. ട്രാൻസ്ജെൻഡർ സ്വത്തം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുക ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ പരാമർശം രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൈയടിയോടെ PJ കുര്യന്റെ വാക്കുകളെ എതിരേറ്റ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ച സജീവം. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ LDF-ന്റെ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്ന് മുൻമന്ത്രി ആന്റണി രാജു. തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോഴും LDF ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കിയ ആന്റണി രാജുവിന്റെ വിട്ടുനിൽക്കൽ. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതെ വന്നത് തൊണ്ടിമുതൽ കേസിലെ നിയമ തടസ്സങ്ങൾ മൂലം. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വേണ്ടി നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങാത്തത് മുന്നണിയിൽ ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ ഈ വിട്ടുനിൽക്കലിന് പിന്നിലെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ഇറാൻ യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിവിട്ട അവഹേളനങ്ങൾ സ്റ്റാർമർക്ക് അനുകൂലമായ ഒരു തരംഗം ബ്രിട്ടനിൽ ഉണ്ടാകാൻ ഇടയായി എന്നാണ്
ഏറ്റവും ഒടുവിലത്തെ അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെ കുതിച്ചുയരുകയായിരുന്ന റിഫോം പാർട്ടിയുടെ വളർച്ച ഇപ്പോൾ മന്ദഗതിയിലായിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാതിരുന്നതിനായിരുന്നു കുപിതനായ ട്രംപ് സ്റ്റാർമറെ ഏറെ ആക്ഷേപിച്ചത്. സ്റ്റാർമർ ചർച്ചയിലല്ലെന്നും സ്റ്റാർമറുടെ പ്രവൃത്തിയിൽ താൻ അസംതൃപ്തനാണ് എന്നുമൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിലായി യുഗവ് നടത്തിയ അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടി 2 പോയിന്റുകൾ അധികം നേടിയ 19 പോയിന്റിലെത്താൻ ട്രംപിന്റെ വായ്മൊഴികൾ സഹായിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേജൽ ഫരാജിന്റെ പാർട്ടിക്ക് തന്നെയാണ് ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കമെങ്കിലും തൊട്ടുമുൻപത്തെ സർവേയിൽ ലഭിച്ചതിനേക്കാൾ 2 പോയിന്റ് കുറവാണ് അവർക്ക് ഇത്തവണ ലഭിച്ചത്. 23% റിഫോം യുകെയുടെ ഏറ്റവും പുതിയ സ്കോർ. ഗ്രീൻസിന് 18% ലഭിച്ചപ്പോൾ 17% ലഭിച്ച കൺസർവേറ്റീവ് പാർട്ടിക്ക് 4ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായി വന്നു. അതേസമയം അഭിപ്രായ സർവേക്കായി യുകവ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് റിഫോം യുകെയുടെ ജനപിന്തുണ കുറച്ചു കാണിക്കുന്നതെന്ന് നേജൽ ഫരാജ് അഭിപ്രായപ്പെട്ടു. എന്നാൽ മറ്റ് സർവേകളും ഏതാണ്ട് സമാനമായ ഫലങ്ങളാണ് കാണിക്കുന്നത്. അമേരിക്കൻ ഇറാൻ സംഘർഷത്തിൽ ബ്രിട്ടൻ ഇടപെടുന്നതിനോട് ഭൂരിഭാഗം ബ്രിട്ടീഷുകാർക്കും താല്പര്യമില്ല എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. യഹൂദ വിരുദ്ധതയും വംശീയ ചിന്തകളും മനസ്സിൽ പേറുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും പിരിച്ചുവിടുന്നത് കൂടുതൽ എളുപ്പമാക്കുന്ന പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗിന് അനുമതി നൽകി. ഇതനുസരിച്ച് അസഹ്യമായ വിധത്തിൽ വംശീയ പരാമർശങ്ങളോ യഹൂദ വിരുദ്ധതയോ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ റെഗുലേറ്റർമാർക്ക് ഇനി അധികാരമുണ്ടായിരിക്കും. അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിലൂടെ യഹൂദ വിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇത്തരമൊരു നടപടിയെന്ന് ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് അധികൃതർ പറയുന്നു. ഒരു യഹൂദാനുകൂല പ്രതിഷേധക്കാരന് നേരെ കഴുത്ത് മുറിക്കുമെന്ന് ആംഗ്യം കാണിക്കുകയും യഹൂദ വിരുദ്ധ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടും NHS തുടർന്നും ജോലി ചെയ്യാൻ അനുമതി ലഭിച്ച ഡോക്ടർ റാമ അൽവാദനെ പോലുള്ളവർ ഇതിൽ ഉൾപ്പെടും. 31-കാരിയായ ഡോക്ടർക്കെതിരെ ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ച് ട്രൈബ്യൂണൽ വിചാരണയിൽ അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു. പിന്നീട് നടന്ന 2ാമത്തെ വിചാരണയിൽ ഇവരെ 15 മാസം പ്രാക്ടീസ് ചെയ്യുന്നത് വിലക്കിക്കൊണ്ടുള്ള വിധി വന്നിരുന്നു. ഇതേ തുടർന്ന് യഹൂദന്മാരായ ജീവനക്കാരെയും രോഗികളെയും രക്ഷിക്കാൻ റെഗുലേറ്റർമാർക്ക് എന്താണ് പ്രതിബന്ധമെന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഈ പരിഷ്കരണം. വംശീയ വെറിയന്മാർക്ക് NHS സ്ഥാനമില്ല എന്നാണ് ഹെൽത്ത് സെക്രട്ടറി ഉറപ്പിച്ച് പറയുന്നത്. NHS മേലുള്ള പൊതുജനങ്ങളുടെ സംതൃപ്തി 2019 ശേഷം ആദ്യമായി വർദ്ധിച്ചു. NHS നടത്തിപ്പിൽ ബ്രിട്ടനിലെ വോട്ടർമാർ പുലർത്തുന്ന സംതൃപ്തി കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് താഴ്ചയായ 21% നിന്നും 26%ലേക്കാണ് കരകയറിയത്. കൂടാതെ ഹെൽത്ത് സർവീസിലുള്ള അസംതൃപ്തിയിൽ 8% കുറവ് വന്നിട്ടും 51% അസംതൃപ്തിയുമായി ഇപ്പോഴും റെക്കോർഡ് തോതിലാണെങ്കിലും എണ്ണത്തിൽ കുറവ് വരുന്നത് ആശ്വാസമാണ്. പുതിയ കണ്ടെത്തലുകൾ NHS കൈവരിക്കുന്ന പുരോഗതിയുടെ തെളിവുകളായി ഉയർത്തിക്കാണിക്കുകയാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ്. 2024 ലേബർ അധികാരത്തിലെത്തുമ്പോൾ തകർന്നു കിടന്ന NHS ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. NHS മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളെ ശരിയാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കവെയാണ് സേവനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തി വർദ്ധിക്കുന്നതായി കണക്കുകൾ വരുന്നത്. മോശം ഹെൽത്ത് ട്രസ്റ്റുകളുടെ മേധാവികളെ പുറത്താക്കി പകരം മുതിർന്ന മേധാവികളെ നിയോഗിക്കാനും പരാജയപ്പെടുന്ന ട്രസ്റ്റുകളെ വിജയിച്ച ട്രസ്റ്റുകൾക്കൊപ്പം ലയിപ്പിക്കാനുമാണ് നീക്കം. എന്നാൽ ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് സർവേയിൽ കണ്ടെത്തലുകൾ പരിഷ്കരണങ്ങളുടെ വിജയമായി കാണാനാകില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ലേബർ അധികാരത്തിലിരുന്ന 21 മാസത്തിനിടെ വളരെ ചെറിയ മെച്ചപ്പെടലുകളാണ് NHS പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും ജനങ്ങൾ വളരെ നിരാശയിലാണെന്നും കിങ്സ് ഫണ്ട് ആൻഡ് നഫീൽസ് ട്രസ്റ്റ് ഹെൽത്ത് ബുദ്ധികേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതേസമയം GP ആൻഡ് AE ഹോസ്പിറ്റൽ കെയർ എന്നിവയ്ക്കായി ഇപ്പോഴും തുടരുന്ന സുദീർഘമായ കാത്തിരിപ്പിൽ ജനങ്ങൾ രോഷാകുലരാണ്. ലണ്ടനിലെ നോർത്ത് വെസ്റ്റ് മേഖലയിലെ ആംബുലൻസുകൾക്ക് നേരെയുണ്ടായ ആസൂത്രിത തീവെപ്പ് മലയാളി സമൂഹത്തിലും ആശങ്ക പരത്തി. നിരവധി മലയാളികൾ താമസിക്കുന്ന പ്രദേശത്താണ് തിങ്കളാഴ്ച പുലർച്ചെ ആക്രമണം നടന്നത്. ജൂത സന്നദ്ധ സംഘടനയായ ഹക്സോളയുടെ 4 ആംബുലൻസുകൾക്കാണ് അക്രമികൾ തീയിട്ടത്. ഇത് വിദ്വേഷ കുറ്റകൃത്യമാണ് എന്നാണ് മെട്രോപൊളിറ്റൻ പോലീസിന്റെ വിലയിരുത്തൽ. പുലർച്ചെ 11:40ഓടെയാണ് സംഭവം നടന്നത്. ലണ്ടൻ എയർഫോഴ്സിന്റെ 6 ഫയർ എഞ്ചിനുകളും ഏകദേശം 40 അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് 3:06ഓടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തെ തുടർന്ന് നിരവധി താമസക്കാരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയും ഏകദേശം 30 പേരെ പ്രാദേശിക അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മുൻകരുതലായി സമീപ പ്രദേശങ്ങൾ ഒഴിപ്പിക്കുകയും റോഡുകൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ ഘട്ടത്തിൽ 3 പേർക്ക് ആക്രമണവുമായി ബന്ധമുള്ളതായി സംശയിക്കുന്നു എന്നും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പോലീസ് സൂപ്രണ്ട് സാറ ജാക്സൺ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നവർ മുന്നോട്ട് വരണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. വാഹന ഉടമകൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവിലയിലൂടെ ആഘാതം ഏറ്റുവാങ്ങുകയാണ്. കൂടാതെ ഏപ്രിൽ മാസത്തിൽ ചാൻസലർ പ്രഖ്യാപിച്ച കാർ ടാക്സ് വർധനവുകൾ കൂടി വഹിക്കേണ്ട ഗതികേട് നേരിടുന്നുമുണ്ട്. അതിനിടെ മോട്ടോറിസ്റ്റുകൾക്ക് ഒരു ആശ്വാസ വാർത്ത വരുന്നു.
കാർ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കാര്യത്തിലാണ് ആശ്വാസം. രാജ്യത്തെ ഇൻഷുറൻസ് പ്രീമിയം 3 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശരാശരി വാർഷിക പ്രീമിയം ഇപ്പോൾ 711 പൗണ്ടിലേക്കാണ് എത്തിയത്. ഒരു വർഷം മുൻപത്തെ നിരക്കിൽ നിന്നും 66 പൗണ്ടാണ് കുറവ് വന്നിരിക്കുന്നതെന്ന് 6 മില്യൺ കൊട്ടേഷനുകൾ അടിസ്ഥാനമാക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ എല്ലാ ഡ്രൈവർമാർക്കും വിഷയത്തിൽ ആശ്വാസത്തിന് വകയില്ല. പ്രായമേറിയ ഡ്രൈവർമാർക്ക് പ്രീമിയം വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട്. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള പ്രീമിയം കഴിഞ്ഞ 3 മാസത്തിനിടെ 13 പൗണ്ട് വർദ്ധിച്ചു. കൂടുതൽ വർധനവുകൾ സംഭവിക്കുന്നതിന് മുൻപ് ഡീലുകൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതാണ് സ്മാർട്ട് നീക്കമെന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നു. യുവ ഡ്രൈവർമാരുടെ നിരക്കുകൾ ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിരക്ക് താഴ്ന്നു എന്നതാണ് ആശ്വാസം. 17 വയസ്സുകാർക്ക് 1741 പൗണ്ടും 18 വയസ്സുകാർക്ക് 2082 പൗണ്ടുമാണ് ഇപ്പോൾ ശരാശരി ചെലവ്. യഥാക്രമം 517 പൗണ്ടും 352 പൗണ്ടുമാണ് കുറവ് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ മാറി മാറി കൊട്ടേഷൻ എടുക്കുന്നത് ഉപഭോക്താക്കൾക്ക് ലാഭം നൽകുന്നുവെന്ന് നിരക്ക് താരതമ്യം വ്യക്തമാക്കുന്നു. ഇതിനാൽ കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ തന്ത്രം ഉപയോഗിച്ച് ലാഭം നേടാനാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെച്ച് അമേരിക്ക. ഇറാന്റെ ആണവ പദ്ധതിക്കുമേൽ കർശന നിയന്ത്രണം, ഹോർമൂസ് ഇടുക്ക് വീണ്ടും തുറക്കൽ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന വെടിനിർത്തലിനും US താൽപര്യപ്പെടുന്നുണ്ട്. എന്നാൽ US-ന്റെ ഈ നീക്കത്തോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കാനും പദ്ധതി അതേ രൂപത്തിൽ അംഗീകരിക്കാനും സാധ്യത നന്നേ കുറവാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ആണവശേഷിയും ബന്ധപ്പെട്ട സൈനിക സംവിധാനങ്ങളും നിർവീര്യമാക്കണമെന്ന നിർദ്ദേശവും അമേരിക്ക നിർദ്ദിഷ്ട പദ്ധതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു പകരമായി ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായി പിൻവലിക്കാമെന്ന് US പറയുന്നു. കൂടാതെ ഇറാന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഊർജ്ജ സംവിധാനത്തോട് കൂടിയതും UN-ന്റെ മേൽനോട്ടത്തിലുള്ളതുമായ സിവിലിയൻ ആണവ പദ്ധതി, ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സാമ്പത്തിക സഹകരണം തുടങ്ങിയ വാഗ്ദാനങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം ഇറാനെതിരായ യുദ്ധം തുടരണമെന്നാണ് US-ന്റെ സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ നിലപാട്. ട്രംപിനോട് യുദ്ധം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഇസ്രയേൽ വെടിനിർത്തൽ നിർദ്ദേശം കേട്ട് അമ്പരന്നെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ാം തീയതി ആരംഭിച്ച യുദ്ധം 4 ആഴ്ചയായി ശമനമില്ലാതെ തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള മധ്യസ്ഥർ മുഖാന്തരമാണ് ഇറാന്റെ മുന്നിലേക്ക് US നിർദ്ദേശങ്ങൾ വെച്ചതെന്നാണ് വിവരം. US, ഇസ്രയേൽ, ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇപ്പോൾ US മുന്നോട്ട് വെച്ചിരിക്കുന്ന 15 നിർദ്ദേശങ്ങൾ തീർത്തും പുതിയതല്ല എന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ഇപ്പോൾ മുന്നോട്ട് വെച്ച പദ്ധതിയിലെ നിർദ്ദേശങ്ങളിൽ ഏറിയ പങ്കും 2025 മെയിൽ നടന്ന US ഇറാൻ ആണവ ചർച്ചയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന്റെ ഉത്തരവാദിത്വം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ തന്റെ അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇറാനെതിരെ യുദ്ധം തുടങ്ങണമെന്ന് തന്നെ ആദ്യം ഉപദേശിച്ചത് പീറ്റ് ഹെക്സത്ത് ആണെന്ന് ട്രംപ് പറഞ്ഞു. ടെന്നസിയിൽ മെഫിസ് സേഫ് ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് ഹെക്സത്തിനെ അടുത്തിരുത്തിക്കൊണ്ട് ട്രംപിന്റെ പരാമർശം. ഇറാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി താൻ പീറ്റിനെയും സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നെയും മറ്റു പല ഉന്നതരെയും വിളിച്ചു. പശ്ചിമേഷ്യയിൽ ഒരു പ്രശ്നമുണ്ടെന്നും 47 വർഷമായി ഇറാൻ ഭീകരത പടച്ചുവിടുകയാണെന്നും അവർ ആണവായുധം സ്വായത്തമാക്കുന്നതിന് അരികിലെത്തിയെന്നും പറഞ്ഞു. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒരു ചെറു യാത്ര നടത്തി ഇതെല്ലാം പരിഹരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പീറ്റ് നിങ്ങളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ പീറ്റ് ഹെക്സത്തിനെ പുകഴ്ത്തിയ ട്രംപ് ഇറാനുമായി നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതേസമയം മധ്യസ്ഥർ മുഖേന അമേരിക്കയിൽ നിന്ന് ഇറാന് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കിയും ഈജിപ്തും പാകിസ്ഥാനും ഇടപെടുന്നുണ്ട് എന്നാണ് വിവരം. ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം അവസാനിപ്പിക്കാനും കപ്പൽ ഗതാഗതം സുഗമമാക്കാനുമാണ് ഇവരുടെ ശ്രമം. തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ US-ന്റെ നിർദ്ദേശങ്ങൾ ഇറാന് കൈമാറിയെന്ന് സ്ഥിരീകരിക്കാൻ തുർക്കി തയ്യാറായില്ല. സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ നിന്ന് ലഭിച്ച നിഗൂഢ സമ്മാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ് സമ്മാനമെന്നും ആണവ വിഷയമല്ല ഇത്, മറിച്ച് എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് സമ്മാനമെന്നും ട്രംപ് വെളിപ്പെടുത്തി. വലിയ സാമ്പത്തിക മൂല്യം ഈ സമ്മാനത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്താണ് സമ്മാനം എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം അവർ ആശ്ചര്യകരമായ ഒരു കാര്യം ചെയ്തു. ശരിക്കും അതൊരു സമ്മാനമായിരുന്നു. ഇന്നാണ് അത് ലഭിച്ചത്. അമൂല്യവും വിലപിടിപ്പുള്ളതുമായ ഒരു വലിയ സമ്മാനമായിരുന്നു അത്. എന്താണ് അത് എന്ന് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വിലപ്പെട്ട സമ്മാനം തന്നെയാണ് എന്ന് വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. ശരിയായ ആളുകളുമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നതെന്ന് സമ്മാനം ലഭിച്ചതോടെ വ്യക്തമായെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. എണ്ണവാതകവുമായി ബന്ധപ്പെട്ട സമ്മാനമാണ് ഇറാനിൽ നിന്ന് ലഭിച്ചതെന്ന് അമേരിക്കൻ ചീഫ് കമാൻഡർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യതകളും അദ്ദേഹം പങ്കുവച്ചു. സമ്മാനം വിലപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US, ഇസ്രയേൽ സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ വാണിജ്യ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരുന്നു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്നും കരാറിലെത്താൻ ഇറാൻ നേതാക്കൾ സമ്മതിച്ചെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.
എന്നാൽ അമേരിക്കയുമായോ ഇസ്രയേലുമായോ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അയയുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ചർച്ചകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.67 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.94 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.93 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.16 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോൾ, ഡീസൽ, രാസവളങ്ങൾ തുടങ്ങിയവയുടെ വിതരണത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണം ഇന്ത്യ ഏറ്റെടുത്തുവെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. ഊർജ്ജ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തെ എതിർക്കുന്നു. ഹോർമുസ് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല. എത്രയും വേഗം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ തലവന്മാരുമായി 2 തവണ സംസാരിച്ചു എന്ന് മോദി പറഞ്ഞു. സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത അദ്ദേഹം യുദ്ധം മാനവരാശിക്ക് അനുകൂലമല്ല എന്നും പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ തലവന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇറാനുമായും ഇസ്രയേലുമായും US-ഉമായും ബന്ധപ്പെടുന്നുുണ്ട്. നയതന്ത്ര ചർച്ചയിലൂടെ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹോർമുസ് തുറക്കുന്നതിനെ സംബന്ധിച്ചും അവരുമായി സംസാരിച്ചു. അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമുസ് പോലെയുള്ള ഇടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് 3.75 ലക്ഷം ഇന്ത്യക്കാർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്നും മോദി പറഞ്ഞു. ഇറാനിൽ നിന്ന് 1000 പേരെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു. ഇതിൽ 700ഓളം പേർ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ അതാത് രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നും മോദി പറഞ്ഞു. സംഘർഷത്തിൽ ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രാമുഖ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിൽ കൂടി ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കറുകൾ കടന്നുവന്നുവെന്നും പ്രതിസന്ധി നേരിടാൻ ആഭ്യന്തര LPG ഉൽപാദനം ഇന്ത്യ വർദ്ധിപ്പിച്ചെന്നും മോദി പറഞ്ഞു. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ശബ്ദവോട്ടോടെ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷവും സാമൂഹ്യ പ്രവർത്തകരും ഉയർത്തിയ ആശങ്കകളും എതിർപ്പുകളും വകവയ്ക്കാതെയാണ് കേന്ദ്രം ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ പാസാക്കിയത്. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റാകും ട്രാൻസ്ജെൻഡർ സ്വത്വം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുക. കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് പാസ്സായതോടെ ഇനി മുതൽ സ്വയം ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെട്ടാൽ അംഗീകരിക്കില്ല. ജന്മനായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, ലൈംഗിക സ്വഭാവ സവിശേഷതകൾ എന്നിവ നോക്കിയാകും സ്വത്വം തീരുമാനിക്കുക. തീവണ്ടി യാത്രക്കാരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിയമങ്ങൾ പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. ബർത്ത് ഉറപ്പായ ടിക്കറ്റുകൾ യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാലേ മുഴുവൻ തുകയും തിരിച്ചു കിട്ടും. റദ്ദാക്കൽ ചാർജ് ഇനത്തിലെ നാമമാത്രയായ തുകയെ ഈടാക്കൂ. ഇത് 48 മണിക്കൂറിന് മുൻപ് വരെയായിരുന്നു. ഏപ്രിൽ 15-നകം പരിഷ്കാരം നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. തീവണ്ടി പുറപ്പെടുന്നതിന് 72 മുതൽ 24 മണിക്കൂർ മുൻപ് വരെ റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിന്റെ 25% തുക നഷ്ടമാകും. 24 മുതൽ 8 മണിക്കൂർ വരെ റദ്ദാക്കിയാൽ 50% തുക നഷ്ടമാകും. 8 മണിക്കൂറിനകത്താണ് റദ്ദാക്കുന്നതെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. നിലവിൽ ഇത് 4 മണിക്കൂർ മുൻപ് വരെയായിരുന്നു. ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാം. ട്രെയിൻ പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാം. നിലവിൽ അന്തിമ ചാർട്ട് ഇറക്കുന്നതിന് മുൻപ് മാത്രമാണ് ഈ സൗകര്യം. കൗണ്ടർ വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് യാത്രാ ക്ലാസ് വഴി പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുൻപ് വരെ മാറ്റാം. നിലവിൽ ഇതും ചാർട്ടിങ്ങിന് മുൻപ് വേണമായിരുന്നു. കൗണ്ടർ വഴി റിസർവ് ചെയ്യുന്ന ടിക്കറ്റ് യാത്ര അവസാനിക്കുന്ന സ്റ്റേഷനിൽ മാത്രമേ യാത്രക്കാർക്ക് നിലവിൽ റദ്ദാക്കാനാകുമായിരുന്നുള്ളൂ. ഇത് മാറ്റി രാജ്യത്തെ ഏത് സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് റദ്ദാക്കാം. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു PJ കുര്യന്റെ പരാമർശം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ല എന്നും PJ കുര്യൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് കയ്യടിയോടെയാണ് രമേശ് ചെന്നിത്തല PJ കുര്യന്റെ വാക്കുകളെ എതിരേറ്റത്. എന്തായാലും ഫലം വരുമ്പോൾ നമ്മൾ ജയിക്കും. രമേശ് ആയിരിക്കും മുഖ്യമന്ത്രിയാവുക. രമേശ് ചെന്നിത്തല പറയുന്നത് പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന്. എന്നാൽ ഇക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്ന് തിരുവല്ലയിൽ UDF കൺവെൻഷനിൽ സംസാരിക്കവേ PJ കുര്യൻ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷനും അടക്കം വ്യക്തമാക്കിയത്. ഇതിനിടെയാണ് PJ കുര്യൻ പരസ്യമായി ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ LDFന്റെ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്ന് മുൻ മന്ത്രി ആന്റണി രാജു. തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോഴും ആന്റണി രാജു വിട്ടുനിൽക്കുന്നത് LDF ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
തൊണ്ടിമുതൽ കേസിലെ നിയമ തടസ്സങ്ങൾ മൂലം മത്സരിക്കാൻ കഴിയാതെ വന്ന ആന്റണി രാജു LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വേണ്ടി നേരിട്ട് പ്രചരണത്തിനിറങ്ങാത്തത് മുന്നണിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ സുധീർ കരമനയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആന്റണി രാജുവിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ ഈ വിട്ടുനിൽക്കലിന് പിന്നിലെന്നാണ് വിവരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് MLA സജീവ സാന്നിധ്യമില്ലാത്തത് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആന്റണി രാജുവിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസിനും കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. താനുമായി വേണ്ടത്ര ആലോചിക്കാതെയാണ് CPM ഈ തീരുമാനമെടുത്തതെന്ന പരാതി ആന്റണി രാജുവിനുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. താൻ നിർദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്തതിലുള്ള പ്രതിഷേധമായാണ് അദ്ദേഹം പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആന്റണി രാജുവിനെ പോലൊരു നേതാവ് പ്രചരണ രംഗത്ത് സജീവമാകാത്തത് LDF ഒറ്റക്കെട്ടല്ല എന്ന തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായ CP ജോൺ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച് മണ്ഡലത്തിൽ സജീവമാണ്. BJP സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ ആന്റണി രാജുവിന്റെ അസാന്നിധ്യം LDFന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ആശ്വാസം. രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. അതേസമയം പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതിയിലെ ചില ഭാഗങ്ങൾ സുപ്രീം കോടതി നീക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അനുവദിച്ചിരുന്ന മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആദ്യ പരാതിക്കാരിയുടെ ആവശ്യം. എന്നാൽ ഹർജിയിൽ വിശദമായ വാദം കേൾക്കൽ നടന്നില്ല. ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാൻ തങ്ങൾ താൽപര്യപ്പെടുന്നില്ല എന്ന് ജസ്റ്റിസ് MM സുന്ദരേഷും ജസ്റ്റിസ് NK സിംഗും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതി വിധിയിലെ ചില ഭാഗങ്ങൾ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുന്നതാണെന്നും അത് നീക്കണമെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകനായ PV ദിനേശും KR സുഭാഷ് ചന്ദ്രനും ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ നീക്കം ചെയ്തതായി സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹി ക്യാപിറ്റൽസിന് വൻ തിരിച്ചടി. ഇംഗ്ലണ്ട് ഓപ്പണിംഗ് ബാറ്റർ ബെൻ ഡക്കറ്റ് IPL-ൽ നിന്ന് പിന്മാറി. താരലേലത്തിൽ 2 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഡക്കറ്റ് KL രാഹുലിനൊപ്പം ഓപ്പണിംഗ് ബാറ്റർ ആകുമെന്നായിരുന്നു പ്രതീക്ഷ. അവസാനവട്ട ഒരുക്കങ്ങൾക്കിടെ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് ഡക്കറ്റിന്റെ പിന്മാറ്റമെന്നതാണ് ശ്രദ്ധേയം. ഡൽഹി ആരാധകർ ക്ഷമിക്കണമെന്നും ഇംഗ്ലണ്ട് ദേശീയ ടീമിൽ കൂടുതൽ ശ്രദ്ധ നൽകാനാണ് ശ്രമമെന്നുമാണ് ഡക്കറ്റ് വിശദീകരണവുമായി അറിയിച്ചത്. അവസാന നിമിഷം പിന്മാറിയ താരത്തിന് 3 വർഷത്തെ വിലക്ക് നേരിടേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ഇംഗ്ലണ്ടിനായി കളിക്കുക എന്നായിരുന്നു ചെറുപ്രായം മുതൽ എന്റെ സ്വപ്നം. ഇംഗ്ലീഷ് ക്രിക്കറ്റിന് വേണ്ടി എന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യണം. അതിനായി ഇംഗ്ലണ്ടിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് സമൂഹ മാധ്യമത്തിൽ ഡക്കറ്റ് കുറിച്ചു. പിന്മാറാനുള്ള തീരുമാനത്തിൽ ഡൽഹി ടീം മാനേജ്മെന്റിനോടും ആരാധകരോടും മാപ്പ് പറയുന്നതായും ഡക്കറ്റ് അറിയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനായി അടുത്തിടെ നടന്ന മത്സരങ്ങളിലൊന്നും മികച്ച സ്കോർ കണ്ടെത്താൻ ഡക്കറ്റിന് സാധിച്ചിരുന്നില്ല. ആഷസ് പരമ്പരയിൽ 220 റൺസാണ് താരമാകെ നേടിയത്. 2020 ലോകകപ്പ് ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിനായി ഒരു മത്സരത്തിലും അവസരം ലഭിച്ചില്ല. ഏപ്രിൽ 3 തുടങ്ങുന്ന ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ച് ഫോം കണ്ടെത്താനാണ് ഡക്കറ്റ് ശ്രമിക്കുന്നത്. നോട്ടിംഗ്ഹാം ഷെയറിന് വേണ്ടി താരം കളിക്കാനിറങ്ങും. ജൂൺ ആദ്യം ആരംഭിക്കുന്ന ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ താരം ഇംഗ്ലണ്ടിനായി കളിച്ചേക്കും. ഡക്കറ്റ് കളിക്കാത്തതിനാൽ ശ്രീലങ്കൻ ബാറ്റർ പതും നിസംഗ ഡൽഹിക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ യുദ്ധവിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിവിട്ട അവഹേളനങ്ങൾ ബ്രിട്ടനിലുണ്ടാക്കിയത് സ്റ്റാർമർക്ക് അനുകൂലമായ തരംഗം. കുതിച്ചേരുകയായിരുന്ന റിഫോം പാർട്ടിയുടെ വളർച്ച മന്ദഗതി. ട്രംപ് സ്റ്റാർമറെ ഏറെ അധിക്ഷേപിച്ചത് ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാതിരുന്നതിന്. ലേബർ പാർട്ടി 2 പോയിന്റുകൾ അധികം നേടി 19 പോയിന്റിലെത്താൻ ട്രംപിന്റെ പരാമർശം സഹായിച്ചു എന്ന് YouGov നടത്തിയ അഭിപ്രായ സർവേ. ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കം നൈജൽ ഫരാജിന്റെ പാർട്ടിക്കാകുമ്പോഴും ഇത്തവണ ലഭിച്ചത് തൊട്ട് മുൻപത്തെ സർവേയിൽ ലഭിച്ചതിനേക്കാൾ 2 പോയിന്റ് കുറവ്. റിഫോം UKയുടെ ഏറ്റവും പുതിയ സ്കോർ 23%. യഹൂദ വിരുദ്ധതയും വംശീയ ചിന്തകളുമുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും പിരിച്ചുവിടുന്നത് കൂടുതൽ എളുപ്പമാക്കുന്ന പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ്. അസഹ്യമായ വിധത്തിൽ വംശീയ പരാമർശങ്ങളോ യഹൂദ വിരുദ്ധതയോ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നവരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ റെഗുലേറ്റർമാർക്ക് ഇനി അധികാരം. നടപടി സമൂഹ മാധ്യമങ്ങളിലൂടെ യഹൂദ വിരുദ്ധ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പരിഷ്കരണം യഹൂദന്മാരായ ജീവനക്കാരെയും രോഗികളെയും രക്ഷിക്കാൻ റെഗുലേറ്റർമാർക്ക് എന്താണ് പ്രതിബന്ധം എന്ന ചോദ്യത്തിന്റെ വായടപ്പിക്കാൻ. NHS-ന് മേലുള്ള പൊതുജനങ്ങളുടെ സംതൃപ്തി 2019 ശേഷം ആദ്യമായി വർദ്ധിച്ചു എന്ന് സൂചന. NHS നടത്തിപ്പിൽ ബ്രിട്ടനിലെ വോട്ടർമാർ പുലർത്തുന്ന സംതൃപ്തി കരകയറിയത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് താഴ്ചയായ 21% നിന്നും 26%. പുതിയ കണ്ടെത്തലുകൾ NHS കൈവരിക്കുന്ന പുരോഗതിയുടെ തെളിവുകളായി ഉയർത്തി കാണിച്ച് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീഡിംഗ്. 2024 ലേബർ അധികാരത്തിലെത്തുമ്പോൾ തകർന്നു കിടന്ന NHS ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് അവകാശവാദം.
സേവനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തി വർദ്ധിക്കുന്നതിനായി കണക്ക് വരുന്നത് NHS-ൽ മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളെ ശരിയാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കവേ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെച്ച് അമേരിക്ക. 15 നിർദ്ദേശങ്ങളിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് മേൽ കർശന നിയന്ത്രണം, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ തുടങ്ങിയവയ്ക്ക് മുൻഗണന. ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന വെടിനിർത്തലിനും താൽപര്യം പ്രകടിപ്പിച്ച് യുഎസിന്റെ ഈ നീക്കത്തോട് ഇറാൻ അനുകൂലമായി പ്രതികരിക്കാനും പദ്ധതി അതേ രൂപത്തിൽ അംഗീകരിക്കാനും സാധ്യതയില്ല എന്ന് ആശങ്ക. അമേരിക്കൻ നിർദ്ദിഷ്ട പദ്ധതിയിൽ ഇറാന്റെ ആണവശേഷിയും ബന്ധപ്പെട്ട സൈനിക സംവിധാനങ്ങളും നിർവീര്യമാക്കണമെന്ന നിർദ്ദേശവും പകരമായി ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഭാഗികമായി പിൻവലിക്കാമെന്നും US. ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചതിന്റെ ഉത്തരവാദിത്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ തലയിൽ കെട്ടിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ തന്റെ അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇറാനെതിരെ യുദ്ധം തുടങ്ങണമെന്ന് തന്നെ ആദ്യം ഉപദേശിച്ചത് പീറ്റ് ഹെക്സത്ത് എന്ന് ട്രംപ്. യുദ്ധം കൈകാര്യം ചെയ്യുന്നതിൽ പീറ്റ് ഹെക്സത്തിനെ പുകഴ്ത്തിയ അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനുമായി നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നും ട്രംപ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം പെട്രോൾ, ഡീസൽ, രാസവളങ്ങൾ തുടങ്ങിയവയുടെ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണം ഇന്ത്യ ഏറ്റെടുത്തുവെന്നും മോദി രാജ്യസഭയിൽ. ഹോർമൂസ് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും എത്രയും വേഗം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യമുന്നയിച്ച് മോദി. നയതന്ത്ര ചർച്ചയിലൂടെ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമൂസ് പോലെയുള്ള ഇടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും പ്രതികരണം. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ശബ്ദവോട്ടോടെ പാസാക്കി ലോക്സഭ. കേന്ദ്രം ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഭേദഗതി ബില്ല് പാസാക്കിയത് പ്രതിപക്ഷവും സാമൂഹിക പ്രവർത്തകരും ഉയർത്തിയ ആശങ്കകളും എതിർപ്പുകളും വകവയ്ക്കാതെ. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി. ട്രാൻസ്ജെൻഡർ സ്വത്തം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുക ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. PJ കുര്യന്റെ പരാമർശം രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് കൈയടിയോടെ PJ കുര്യന്റെ വാക്കുകളെ എതിരേറ്റ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ച സജീവം. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ LDF-ന്റെ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്ന് മുൻമന്ത്രി ആന്റണി രാജു. തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുമ്പോഴും LDF ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കിയ ആന്റണി രാജുവിന്റെ വിട്ടുനിൽക്കൽ. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതെ വന്നത് തൊണ്ടിമുതൽ കേസിലെ നിയമ തടസ്സങ്ങൾ മൂലം. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വേണ്ടി നേരിട്ട് പ്രചരണത്തിനിറങ്ങാത്തത് മുന്നണിയിൽ ചർച്ച. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ ഈ വിട്ടുനിൽക്കലിന് പിന്നിലെന്ന് സൂചന. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.